എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നില്ല. നിനക്ക് നിന്റെ ചേട്ടന്റെ അടുത്ത് പറഞ്ഞ് ഒരു സ്കൂട്ടർ വാങ്ങിച്ചു കൊടുത്താൽ എന്തായിരുന്നു കുഴപ്പം? അപ്പൊ നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് നാണക്കേടാന്ന്? അതാ ശിവൻ നിന്നോട്ട് ഞാൻ പറഞ്ഞാണ്. സ്നേഹമുള്ള മരുമക്കളൊക്കെ ആണെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. എന്റെ സ്വന്തം അച്ഛനെ പോലും ഞാൻ വാങ്ങി കൊടുത്തില്ല, പിന്നെ ആയിനി. ഓ, എന്റെ അച്ഛൻ സ്വന്തം അച്ഛൻ. എന്റെ അച്ഛൻ ആര്? പള്ളിയിലച്ഛനാ. പള്ളിയിലച്ഛനോ? നീ ഒന്നും പറയണ്ട, പണയാൻ നടക്കണം. നിന്റെ നാക്കുകൊണ്ട് തന്നെ നീ പറഞ്ഞല്ല എന്റെ അച്ഛൻ അന്യനാണെന്ന്. അങ്ങനെയല്ല പറഞ്ഞ. നിന്റെ അച്ഛനും അമ്മയും ഞാൻ എങ്ങനെയാണ് കാണുന്നതെന്ന് നിനക്ക് അറിയാമോ? അത് കൂടുതൽ പറയാതിരിക്കുക ഭേദം. എന്ത്, ഞാൻ അവരെ സ്നേഹിച്ചിട്ടില്ലേ? പിന്നെ ഭയങ്കര സ്നേഹമല്ലേ. എന്തടി മധുരമില്ലാത്ത ബിസ്ക്കറ്റ് വാങ്ങിച്ചോണ്ടല്ലാതെ എന്തെങ്കിലും ഞാൻ അവിടെ കയറി ചെന്നിട്ടുണ്ടോ? ബിസ്ക്കറ്റ് ഒക്കെ മേടിച്ചു കൊടുക്കാൻ ആർക്കും പറ്റും. ഒരു അത്യാവശ്യത്തിന് 15,000 രൂപ ചോദിച്ചിട്ട് നിങ്ങൾ കൊടുത്തോ? 15,000 ഉണുമേ. സ്വർണ്ണമോതിരം വാങ്ങിച്ച് വിരലിടാനല്ല അയാൾ 15,000 രൂപ ചോദിച്ചേ. അതെന്താന്ന് അത്യാവശ്യം? അത് പ്രായമുള്ളവർക്ക് ചിലപ്പോ അങ്ങനെ ചില ആഗ്രഹങ്ങളൊക്കെ തോന്നും. നിന്റെ അച്ഛന് സ്വർണ്ണമോതിരം വാങ്ങിച്ചിട്ട് ആഗ്രഹിക്കാം. ഞെരിയാണി വയ്യാത്ത എന്റെ അച്ഛന് 4 വീലുള്ള സ്കൂട്ടർ ആഗ്രഹിച്ചുകൂടാ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. ഇല്ല, നീ എങ്ങനെ വളഞ്ഞത്? പുല്ല് ബിരിയാണി എന്നാണ് തോന്നുന്നില്ല. അത് കുറെ നേരമായിട്ട് ഞെരിയാണി കേൾക്കുന്നുണ്ടായിരിക്കും. കുറെ നേരമായിട്ട് ഞെരിയാണി എന്നല്ലേ കേൾക്കുന്നത്, അതുകൊണ്ടായിരിക്കും. നീ നിന്റെ കാര്യം നോക്കിപ്പോ. എനിക്കറിയാം എന്താ ചെയ്യണമെന്ന്. എന്നാലും നീ എന്റെ അച്ഛനെ